ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഏലത്തോട്ടത്തിൻ്റെ നടുക്കാണ്. ഞാനെന്തിനാ ഇവിടെ വന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ജ്യേഷ്ഠതുല്യനായിട്ടുള്ള കൃഷ്ണൻചാണ്ട സ്ഥലമാണ്. കൊച്ചിയിൽ നിന്ന് ബോറടിക്കുമ്പോൾ ഞാനിടയ്ക്ക് ഇവിടെ വന്ന് ഇവരുടെ കൃഷി കാര്യങ്ങളൊക്കെ കൂടാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും മടുക്കാത്തൊരു കാര്യമാണ് ഈ ഏലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ഒരു കാര്യമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുക എന്നുള്ളത്. ഈ കാണുന്നതാണ് കൃഷ്ണൻചാണ്ട അച്ഛനും അമ്മയും. എല്ലാവരും ഒരുമിച്ചാണ് പറമ്പിലെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് പ്രത്യേക ഒരു സന്തോഷമാണ്. പിന്നെ ഏലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏലത്തിൻ്റെ വിലേനെ പറ്റിയിട്ട് ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾ കുറച്ചൊരു 100 ഗ്രാം മേടിച്ചാലും അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒരു ദിവസം മാറിക്കൊണ്ടിരിക്കും. വളരെ നല്ല റേറ്റാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇവർക്ക് ആ റേറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. ഇത് പണിയെടുക്കുന്നതിൻ്റെ ആയിട്ടുള്ളത് മാർക്കറ്റിൽ എത്തുമ്പോഴത്തേക്കിന് റേറ്റ് കാര്യങ്ങളൊക്കെ മാറും. പിന്നെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് മാറും. പിന്നെ എൻ്റെ കയ്യിൽ ഈ കാണുന്നതാണ് ഏലക്കയുടെ കുരു അല്ലെങ്കിൽ കായ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇത് ഇവിടുന്ന് പറിച്ചിട്ട് സ്റ്റോറിൽ കൊണ്ടേ ഉണക്കും. അങ്ങനെ ഉണങ്ങിയ പ്രശ്നമാണ് നമുക്ക് മാർക്കറ്റിൽ കയ്യിലേക്ക് കിട്ടുന്നത്. രാത്രിയാകുമ്പോൾ കാട്ടുപന്നികൾ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണിത്. അവറ്റകളെ ഉപദ്രവിക്കാതെ ഓടിക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം ഇതാണ്. രാത്രിയാകുമ്പോൾ ഇതും കൊട്ടി പറമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടക്കുക. കുരുമുളകും വാനിലയുമാണ് ഇവിടുത്തെ മറ്റ് കൃഷികൾ. ഇനി ഇതൊന്നും പോരായിട്ട് വിഷമടിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും വേറെ. നമ്മുടെ പറമ്പിൻ്റെ മുതലാളി മോഡൽ രാജ് വലിയ നാണക്കാരനാണ്. ഇവിടെ നോക്ക്, നാണമൊന്നുമില്ല. നാണം എനിക്ക് പണ്ടില്ലായിരുന്നു. ഹായ് കാണിക്ക്.